അതങ്ങനെ തീർക്കാനൊക്കുവോ? ബിരിയാണി എന്ന് പറയുന്നവൻ ആരാണ്? അല്ല ആരാണ്? ആ സുബർഗത്തിലെ മലക്കുകൾ 3 നേരവും കഴിക്കുന്നത് ബിരിയാണി അല്ലേ? അവര് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാ? നല്ല മുട്ടുതൂശി വണ്ണത്തിലുള്ള ജീരവ ചെമ്പാവരി അങ്ങാട്ട് വേവിക്കും. എന്നിട്ട് അത്തറും കിസ്മത്തും അണ്ടിപ്പരിപ്പും കൂടി പശു നെയ്യിൽ ഒരു വരട്ടലുണ്ട്. ഏലത്തരിയും ഇറച്ചിക്കത്തറും കൂടി ഒരു വരവും. എന്നിട്ട് വെള്ള പിഞ്ഞാണത്തില് തട്ടി പൊത്തി അവിടെ അങ്ങാട്ട് വെക്കും. അതിന്റെ മുകളില് തുർക്കിയിലെ സുൽത്താന്റെ മാതിരി തൊണ്ട് കളഞ്ഞ് കുയിങ്ങിയ ഒരു കോഴിമുട്ട, അല്ലെങ്കിൽ നമ്മുടെ പങ്കായം പോലെയുള്ള ഒരു കോഴി കാല്. അള്ളാ, വർത്താനം പറഞ്ഞ് വായില് വെള്ളം വന്നല്ല പോലെ. ബിരിയാണികൾ ഇത്രയധികം കഴിച്ചിട്ട് എങ്ങനെയാ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഒരു 2 ബിരിയാണി കഴിക്കണമെന്നുണ്ടെന്ന് വെച്ചോ, ബിരിയാണി അറ്റ് എ ടൈം കഴിക്കും. ചിക്കൻ ബിരിയാണി ഒക്കെ ആണെങ്കിൽ 2 ഇപ്പൊ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് രാവിലെ തൊട്ട് വേണമെങ്കിൽ ഒന്നും കഴിക്കില്ല. എന്നിട്ട് ഈ ഉച്ച ആവാൻ വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കും. ആ ബിരിയാണി ഇടാൻ മറ്റേ ആ നെയ്യൊഴിച്ച ആ ഒരു സ്മെല്ലും അല്ലാത്ത മറ്റേ ഭയങ്കര നല്ല വെന്ത മറ്റേ ചിക്കനും ആലോചിച്ചാ ഉച്ച വരെ ഞാൻ അങ്ങോട്ട് നിൽക്കും. ഉച്ചയ്ക്ക് ഞാൻ ബിരിയാണി കഴിക്കാം. പക്ഷെ പണ്ടത്തെ അത്ര